ആരാ ഇവിടെ വൈദേശികരല്ലാത്തത്? ബാബർ വന്ന് 1500 വർഷത്തിന് മുൻപ് അതേ വഴിയിൽ തന്നെയാണ് ആര്യന്മാരും വന്നത്. ഹിന്ദുകുഷ് പർവ്വതം കടന്ന് അഫ്ഗാന്റെ സമതലങ്ങളിലൂടെ സിന്ധു നദീതട സംസ്കാരമുണ്ടാക്കി സിന്ധി നദീതട സംസ്കൃതിയിലേക്ക് കടന്നു വന്നത്. അതേ വഴി തന്നെയാണ് ബാബർ വന്നത്. അതേ വഴി തന്നെയാണ് കുഷാനന്മാർ വന്നത്. അതേ വഴി തന്നെയാണ് ശാകന്മാർ വന്നത്. അതേ വഴി തന്നെയാണ് ഇൻഡോ പാർട്ടിയൻസ് വന്നത്. അതേ വഴി തന്നെയാണ് പേർഷ്യക്കാർ വന്നത്. അതേ വഴി തന്നെയാണ് അറബികൾ വന്നത്. എല്ലാവരും വന്നവരാണ്. ഇനി വന്നതിനെ ഏത് കാലത്ത് വെച്ച് മുറിക്കും? ഏത് കാലത്ത് വെച്ച് മുറിക്കും? ആരുടെ മണ്ണാണിത്? അതാണ് നമുക്ക് കൃത്യമായി ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തി കൊടുത്ത സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. ചിക്കാഗോയിൽ വെച്ച് ഇന്ത്യയെ പരിചയപ്പെടുത്തി കൊടുത്തത്. I am proud to being a Hindu which has taught the world both tolerance and universal acceptance. ലോകത്തിന് സർവ്വലോക സ്വീകാര്യത എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു മതത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ. ലോകത്തിന് സഹിഷ്ണുത എന്താണെന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്ത ഒരു മതത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ എന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്ത സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയെ പരിചയപ്പെടുത്തി കൊടുത്തു. സ്വാമി ഒരു കാര്യം കൂടി പറഞ്ഞു. മറ്റു രാജ്യങ്ങളിൽ ജനിച്ച മതങ്ങൾ, ആ മതങ്ങൾ അവിടെ നിന്നും മാട്ടിയോടിച്ചപ്പോൾ അതിനെ 2 കൈ നീട്ടി സ്വീകരിച്ചത് എന്റെ മണ്ണാണ്. പേർഷ്യയിൽ ജനിച്ച മതങ്ങൾ, ബഹായികൾ, സൗരാഷ്ട്രിയൻസ്, ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ മുതലാളിയായിരുന്ന ടാറ്റ സൗരാഷ്ട്രിയനാണ്. പേർഷ്യയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടു വന്നതാണ്. അതിനെ 2 കൈ നീട്ടി സ്വീകരിച്ച ഒരു പാരമ്പര്യത്തിന്റെ ഉടമയാണ് ഞാൻ എന്ന് ഉറക്കെ ഇന്ത്യയെ പരിചയപ്പെടുത്തിയ സ്വാമി വിവേകാനന്ദന്റെ മണ്ണാണ് ഈ ഇന്ത്യ. ആ സ്വാമി വിവേകാനന്ദന്റെ കാവിയാണ് ഇന്ത്യയുടെ കാവി, അല്ലാതെ യോഗി ആദിത്യനാഥിന്റെ കാവിയല്ല ഇന്ത്യയുടെ കാവി. ഇന്ത്യയുടെ സ്വത്വമതല്ല, ഇന്ത്യയുടെ പാരമ്പര്യമതല്ല, ഇന്ത്യയുടെ പൈതൃകമതല്ല. വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും നമുക്ക് പറഞ്ഞു തന്നത് അതാണ്.